നമസ്കാരം. ദിവസങ്ങളായി തുടരുന്ന പ്രക്ഷോഭത്തിൽ ഇറാനിലെ ഭരണകൂടത്തിന് കാര്യമായ തകർച്ചയുണ്ടായിട്ടില്ല എന്ന വിലയിരുത്തലാണ് ഇസ്രായേൽ. പ്രക്ഷോഭത്തിന് കുറച്ചുകൂടി തീവ്രത വന്ന ശേഷം സൈനിക നടപടി മതിയെന്ന് ഇസ്രായേൽ യുഎസിന് ഉപദേശം നൽകിയെന്നാണ് റിപ്പോർട്ട്. നിലവിലെ സാഹചര്യത്തിൽ യുഎസ് സൈനിക നടപടി ഇറാനികളെ ഒരുമിപ്പിക്കുമെന്നും പ്രക്ഷോഭത്തിന്റെ തീവ്രത കുറയ്ക്കുമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. 3 ആഴ്ചയോളമായി ഭരണവിരുദ്ധ പ്രക്ഷോഭം നടക്കുന്ന ഇറാനിൽ യുഎസിന്റെ സൈനിക നടപടി ഉടനുണ്ടാകില്ലെന്ന സൂചനയുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുന്നതും അതിന്റെ ഭാഗമായിട്ടാണ്. പ്രക്ഷോഭകരെ കൊന്നൊടുക്കുന്നത് ഇറാൻ ഭരണകൂടം നിർത്തിയെന്ന് തനിക്ക് വിവരം കിട്ടിയതായി അദ്ദേഹം പറഞ്ഞു. പ്രക്ഷോഭകരെ കൊല്ലുന്നത് തുടർന്നാൽ ഇറാനിൽ സൈനിക നടപടി ഉണ്ടാകുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ഖത്തറിലെ യുഎസിന്റെ വ്യോമത്താവളമായ അൽ ഉദൈദിനു നൽകിയ സുരക്ഷാ മുന്നറിയിപ്പും ഇളവു ചെയ്തു. വ്യാഴാഴ്ച 4 മണിക്കൂറോളം അടച്ചിട്ട ശേഷം ഇറാൻ വ്യോമപാത തുറന്നു. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ഇപ്പോൾ സൈനിക നീക്കം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട്. ഇറാനെ ആക്രമിച്ചാൽ അത് ഇസ്രായേലിനെതിരായ വലിയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്ന ഭയമാണ് നെതന്യാഹു ഇതിലൂടെ പങ്കുവച്ചത്. പ്രതിഷേധക്കാരെ കൊല്ലുന്നത് ഇറാൻ ഭരണകൂടം നിർത്തിയതായി തനിക്ക് മറുഭാഗത്തുള്ള പ്രധാനപ്പെട്ട ഉറവിടങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ട്രംപ് മാധ്യമങ്ങളോട് പറയുന്നതിന് തൊട്ടുമുമ്പ് ബുധനാഴ്ചയായിരുന്നു നെതന്യാഹുവുമായുള്ള ഈ സംഭാഷണം. ഇറാനെതിരായ സൈനിക നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന അതേ ചൊവ്വാഴ്ച തന്നെ നെതന്യാഹു യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസുമായും സംസാരിച്ചിരുന്നതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങൾ നടത്തിയ ചർച്ചയുടെ ഫലമാണ് ട്രംപ് അയയാൻ കാരണമെന്ന് സൗദി ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇറാനെ ആക്രമിച്ചാൽ അത് പശ്ചിമേഷ്യയിൽ ഗുരുതര ആഘാതമുണ്ടാക്കുമെന്ന ഭയം ട്രംപുമായി പങ്കുവച്ചെന്ന് അദ്ദേഹം അറിയിച്ചു. ഡിസംബർ 28-ന് ആരംഭിച്ച പ്രക്ഷോഭത്തിൽ ഇതുവരെ 2615 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. 3 ആഴ്ചയോളമായി ഇറാന്റെ തെരുവുകളെ പിടിച്ചുലച്ച ബഹുജന പ്രക്ഷോഭം തണുക്കുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ ഒടുവിൽ ലഭിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച സംഘർഷങ്ങളോ കാര്യമായ അക്രമ സംഭവങ്ങളോ ഉണ്ടായില്ലെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം പ്രക്ഷോഭകരെ ഭീകരവാദികളായി മുദ്രകുത്തിയുള്ള അറസ്റ്റ് തുടരുമെന്ന് ഇറാന്റെ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ഇന്റർനെറ്റ് സേവനം ലഭ്യമല്ലാത്തതിനാൽ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റിലൂടെ വീഡിയോകളും ചിത്രങ്ങളും പുറത്തെത്തിക്കുന്നവരെ ലക്ഷ്യമിടുന്നുവെന്നും അറിയിച്ചു. പ്രക്ഷോഭം അമർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരാഴ്ചയായി രാജ്യത്ത് ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചിരിക്കുകയാണ്. അതിനിടെ ജനങ്ങളെ തൂക്കിലേറ്റാൻ ഇറാന് പദ്ധതിയില്ലെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി അറിയിച്ചു. പ്രക്ഷോഭം അടിച്ചമർത്താൻ കരുക്കൾ നീക്കിയവരെന്ന് പറഞ്ഞ് ഇറാനിലെ 12ഓളം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അമേരിക്ക സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതേസമയം ഇറാനെ ആക്രമിക്കുന്നതിനുള്ള സൈനിക നടപടികൾ ട്രംപ് മാറ്റിവെച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ തീരുമാനം ഇപ്പോഴും ഇറാനിയൻ ഉദ്യോഗസ്ഥർ ശേഷിക്കുന്ന പ്രതിഷേധങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ താവളമായ അൽ ഉദൈദിൽ 10,000 സൈനികരാണ് ഉള്ളത്. ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യുഎസ് നടത്തിയ ആക്രമണത്തിന് പ്രതികാരമായി ഇറാൻ അവരെ ലക്ഷ്യം വെച്ചിരുന്നു. രാജ്യത്തുടനീളമുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വിച്ഛേദിച്ചുകൊണ്ട് പ്രകടനക്കാരെ അടിച്ചമർത്താൻ ഞായറാഴ്ച മുതൽ ഭരണകൂടം നടത്തിയ പ്രതിഷേധങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. ഡിസംബർ അവസാനം മുതൽ പ്രകടനം നടത്തി വരികയാണ്. പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നാണിത്.